നീ ഇവിടെ ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. 2 ആഴ്ച കൊണ്ട് വീട്ടിലുണ്ടാക്കിയത് ചില്ലറ പ്രശ്നങ്ങളല്ല. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ. 1 week later. Mastani, you are evicted. Mastani, you are evicted. ഇനി ഒരു നിമിഷം ഇവിടെ കണ്ടുപോരുത്. അങ്ങനെ മസ്താനി എന്ന അൻവറ സുൽത്താനെയും ബിഗ് ബോസ് വീടിന്റെ പടി ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ കൊണ്ടുവന്ന നാരങ്ങ മുട്ടായി എല്ലാം വാങ്ങിച്ചു തന്നിട്ട് ഇപ്പൊ എന്നെ ഇറക്കി വിടും. എന്തിനാ എന്നെ ഇങ്ങനിട്ട് വേദനിപ്പിക്കണേ? പറയൂ. എന്തെങ്കിലും പറയൂ. ഞാൻ പറയട്ടെ. പറയട്ടെ. എണ്ണി പോയിന്റ് ആയിട്ട് പറയും. പറയാതെ മുങ്ങത്തൊന്നുമില്ല. ഈ കർമ്മ റിയൽ ആണോ? ആണ്. എനിക്ക് കിട്ടിയല്ലോ. മസ്താനി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഹൗസ് പറഞ്ഞതാണ് കർമ്മ ഇസ് റിയൽ. പട്ടി ചന്തയ്ക്ക് പോയതുപോലെ പോയിട്ട് വന്നു. കഷ്ടം. കർമ്മ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്താ കൊല്ലത്തും കിട്ടും. കൊടുത്തതാ കൊല്ലത്ത് കിട്ടി. പണ്ട് പിന്നെ ആയിരുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്തൊന്നും ഇത്ര അടി ഒരുമിച്ച് കൊണ്ടിട്ടില്ല. ഹൗസിൽ കയറുന്നതിന് മുമ്പ് ക്യാരവാനിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങില്ലേ, അവസാനം ഇറങ്ങുമ്പോ മസ്താനിയോട് പറഞ്ഞത് എന്താ? ഒച്ചയും ബഹളവും അലുമ്പുകളൊന്നും കാണിക്കരുത്. മസ്താനി അകത്ത് കയറി പുറത്ത് കാര്യങ്ങൾ പറഞ്ഞു. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം, നമുക്ക് ആരെയും കളിപ്പിക്കാൻ വേണ്ടല്ല. എന്തോ ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. എന്തുകൊണ്ട് പ്രേക്ഷകർക്ക് ഒരാഴ്ച കൊണ്ട് മസ്താനിനെ മടുത്തു എന്നുള്ളതാണ് എന്റെ ചോദ്യം. നമ്മളിതിലില്ല, കണ്ടാ മതി. അതിൽ നിനക്ക് അഭിമാനിക്കാൻ പറ്റില്ല. മസ്താനി എവിക്റ്റഡ് എന്ന് അനൗൺസ് ചെയ്തപ്പം ഓഡിയൻസിന്റെ അടുത്തുനിന്ന് വന്ന കൈയ്യടികൾ മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. നെഗറ്റീവ് അല്ലാതെ മസ്താനിയുടെ ഒരു പോസിറ്റീവ് ഇടപെടൽ പോലും ഈ 2 ആഴ്ച കാലയളവിൽ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി കാറി വരും. ഒരു ഘട്ടത്തിലും രസകരമായതോ പോസിറ്റീവായതോ ആയ ഒരു കണ്ടന്റും നൽകാൻ അവർ ശ്രമിച്ചിട്ട് പോലുമില്ല. മസ്താനിയുടെ ബിഗ് ബോസ് വീട്ടിലെ യാത്രയെക്കുറിച്ച് സന്തോഷത്തോടെ മറ്റൊരാൾക്ക് ഓർമ്മിക്കാനും ഒന്നുമില്ല.